ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഞാനിത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, ഞാനില്ലേ കസിൻ്റെ കല്യാണത്തിന് പോകാണ് കേട്ടോ. അപ്പോൾ കല്യാണം വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും ആങ്ങളെയും നാത്തൂനും പിന്നെ ഞങ്ങളുടെ മക്കളും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് പറഞ്ഞാൽ പച്ചപ്പ് പിടിച്ച നാടാണല്ലോ. അപ്പോൾ ഇതാ ചെറിയൊരു വ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ കുറേ പാടങ്ങളും കുളങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് എന്തുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ലതാണ്. പിന്നെ അടുത്തൊരു ഇതാ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കടന്നു പോയത് 10 മിനിറ്റോളം ഓഡിറ്റോറിയത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അപ്പുറത്തെ വീട് തന്നെയാണ് കേട്ടോ. പക്ഷേ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. പണ്ടൊക്കെ നമ്മൾ പിന്നെ കല്യാണമൊക്കെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ. ഇത് പിന്നെ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിലാണല്ലോ. അപ്പോൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർമെലൺ ഉണ്ട്, പിന്നെ അടക്കാപ്പഴം, അതുപോലെ പൈനാപ്പിളൊക്കെ ജ്യൂസ് ഉണ്ട്. അപ്പോൾ മോനിക്ക് യെല്ലോ കളർ ജ്യൂസ് മതി പറഞ്ഞപ്പോൾ അതാണ് കേട്ടോ അവന് കൊടുക്കുന്നത്. പിന്നെ മോൻ്റെ ചെക്കൻ്റെ പേര് കേട്ടോ സഫ്വാൻ അഫ്സത്ത് എന്നാണ്. അപ്പം ഞങ്ങൾക്ക് ചെക്കൻ്റെ കല്യാണമാണ് ഈ സംഭവം. അപ്പോൾ പിന്നെ ഇപ്പോൾ കല്യാണത്തിനൊക്കെ ചെക്കനും പെണ്ണും ഒക്കെ ഒരുമിച്ചിട്ടാണല്ലോ ഉണ്ടാകുക. അതൊക്കെ ഒരു വരം ആയി. പിന്നെ നമ്മൾ പെണ്ണിനെ കൂട്ടിക്കൊടുന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം അധികം ഇല്ലല്ലോ കേട്ടോ. ഞങ്ങൾ നേരെ കയറി ശരിയാണ്. നേരെ കയറി ചെന്നപ്പോൾ തന്നെ എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് മതി സ്റ്റേജിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാ മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്. പിന്നെ ഇതൊന്നും കഴിക്കാത്തവർക്ക് ഈ ഈവനിങ് ആയതുകൊണ്ട് ചപ്പാത്തി, കുബൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ മന്തി ഉണ്ട്, പിന്നെ വേറെ ഒന്നും നോക്കില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ മന്തി ആട്ടോ കുറച്ചെടുത്ത്. മോനിക്ക് അത് മതി പറഞ്ഞിട്ട് അതാട്ടോ കൊടുക്കുന്നത്. പക്ഷേ അവനക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കുറച്ചുണ്ട്. പക്ഷേ ആരും ഞങ്ങളൊന്നും അത്ര കഴിച്ചില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈവനിങ് ആയതുകൊണ്ട് അത്ര വിശപ്പും കാര്യമൊന്നും ഇല്ലേനും. പിന്നെ ഒന്ന് കഴിച്ചാലും പോകുന്നില്ല കേട്ടോ ആ ടൈം ആയതുകൊണ്ട്. പക്ഷേ കുറച്ചെടുത്ത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കൈ എഴുന്ന ഭാഗത്ത്. പിന്നെ കുറേ സ്വീറ്റ്സും അതുപോലെ പഞ്ഞിമുട്ടായി, പോപ്കോണ് അങ്ങനെ ഐറ്റംസൊക്കെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ കണ്ടാൽ പിന്നെ അതിൻ്റെ ചുറ്റുമാണല്ലോ, പിന്നെ അത് കിട്ടാതെ പോരാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പോപ്കോൺ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അത് കുറച്ച് കിട്ടി. അതുപോലെ പഞ്ഞിമുട്ടായി കിട്ടി. അപ്പോൾ മോന് പഞ്ഞിമുട്ടായി കിട്ടിയപ്പോൾ പിന്നെ പോപ്കോൺ വേണ്ട കേട്ടോ. അങ്ങനെ 2ഉം 3ഉം ഒക്കെ കഴിച്ചിട്ടാണ് സംഭവം ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവനിക്ക് ഭയങ്കര ഇങ്ങനെ സംഭവം മുട്ടായി അല്ലേ, അത് ഇഷ്ടപ്പെട്ടിരിക്കണം, മധുരല്ലേ അത്. പിന്നെ ഓൾറെഡി അവനിക്ക് ഒരുപാട് ഇഷ്ടം. അങ്ങനെ മോളും കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ സ്റ്റേജിലോട്ട് പോകാൻ കേട്ടോ. പെണ്ണിനും ചെക്കനെയും കാണണ്ടേ. അങ്ങനെ മേലെ പോയിട്ട് മുകളിൽ പോകാണ്ട്. അപ്പോൾ അവിടെ കുറച്ച് അത്യാവശ്യമൊക്കെ വലിയൊരു ഓഡിറ്റോറിയം കേട്ടോ. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മേലെ പോവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർ ആദ്യം ഞങ്ങളാട്ടോ ഫസ്റ്റ് കേട്ടോ വരുന്ന ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. അത്ര തിരക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ സീറ്റൊക്കെ നല്ലവണ്ണം ഒഴിവുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർ പിന്നെ ഫോട്ടോഷൂട്ടിലാണല്ലോ, അത് പിന്നെ പറയണ്ടല്ലോ. കല്യാണ ദിവസം അവരെ പിന്നെ കിട്ടില്ല, ഫുള്ള് ഫോട്ടോ കാര്യങ്ങളല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫോട്ടോ എടുക്കും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുട്ടികൾ ഒന്ന് ഒതുക്കി ഇരുത്തിയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ കൈ കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് കുറേ ഞാൻ എന്നെ പരിചയമുള്ള കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട് മീറ്റപ്പ് ചെയ്ത് കുറേ നേരം അങ്ങനെ കഴിച്ചുകൂടിട്ടോ. ചെക്കനും പെണ്ണൊക്കെ ഇതാണ്. അവർ ഫോട്ടോ തിരക്കുന്ന അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അവരൊക്കെ കുറേ ഫോട്ടോ എടുക്കുന്ന ഒക്കെ തിരക്കിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് കേട്ടോ സംഭവം കുറേ ഇരുട്ടായിക്കണം. 9-10 മണിയൊക്കെ കഴിക്കണം. ഞങ്ങൾ തന്നെ ലേറ്റായിട്ടോ. ഒരുപാട് പേര് ഇതാ വരും ചെയ്തിക്കണ്. പിന്നെ രാത്രിയാവും ചെയ്ത്. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉറക്കം വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടി കയറിയിട്ട് വീട്ടിൽ പോവുകയാണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.